ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് US സ്കോളർഷിപ്പിലെ ലാസ്റ്റ് ഇയർ, അതായത് ഫെബ്രുവരി 2025 ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ പിക്ചർ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ പിക്ചർ അവിടെ കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്ന ഒരു വൃത്തത്തിൽ സർക്കിളിൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്ന് പറയുന്നത് O ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് A ആൻഡ് B ആർ ദ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. നമുക്ക് ചിത്രത്തിൽ തന്നെ കാണാണ്ട് A Bയും എന്താണ്, Aയും Bയും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AB. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. പക്ഷെ ചിത്രത്തിൽ ഇവിടെ ഈ ഒരു ലൈൻ ഇങ്ങനെയും ഇതുപോലെ ജോയിൻ ചെയ്തുകൊണ്ട്, ഈ ജോയിൻ ചെയ്ത ലൈൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഒരു മട്ട ത്രികോണമാണ് അല്ലേ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. O എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ ആരും തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മട്ട ത്രികോണം കിട്ടി. രണ്ട് വശം 2 സൈഡ്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം പൈതഗോറസ് തിയറം ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു മട്ട ത്രികോണത്തിൽ ഏതെങ്കിലും 2 സൈഡ് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് കാണാൻ പൈതഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് പൈതഗോറസ് തിയറം? പൈതഗോറസ് ഇവിടെ എന്തെങ്കിലും നമുക്ക് പേര് കൊടുക്കാം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിൻ്റെ എഡീഷൻ, സ്ക്വയറിൻ്റെ എഡീഷൻ ആണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. എന്ന് വെച്ചാൽ ഈ ഹൈപ്പോട്ടന്യൂസ് തന്നെ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കർണം എന്ന് പറയുന്നത് 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കർണം എന്ന് പറയുക, ഹൈപ്പോട്ടന്യൂസ്. ഈ ഒരു ഭാഗം OB ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു OM എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഹൈറ്റ് ആണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. പിന്നെ ഈ ഒരു MB ആണ് നമ്മളുടെ എന്ത്, ബേസ്, പാദം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ MB സ്ക്വയർ ആണ് കാണേണ്ടത്, MB ആണ് കാണേണ്ടത്. സോ MB സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് നിന്ന് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ കർണം സ്ക്വയർ എങ്ങനെ കാണുക, കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് കർണം സ്ക്വയർ കിട്ടുക. പക്ഷെ ഇവിടെ നമ്മൾ കർണം അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? പാദമാണ് കണ്ടുപിടിക്കേണ്ടത്. പാദം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹൈപ്പോട്ടന്യൂസിന്റെ വർഗത്തിന് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പാദത്തിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ MB സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 10 ആണ്, 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36, നമുക്ക് കിട്ടിയത് 64 ആണ്. അപ്പോൾ MB സ്ക്വയർ എന്ന് പറഞ്ഞത് 64 ആണെങ്കിൽ MB എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ക്വയർ മാറ്റിയാൽ സ്ക്വയർ വർഗ്ഗമൂലം വരും, 64, റൂട്ട് 64. അപ്പോൾ റൂട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണമല്ലോ അല്ലേ, നമുക്ക് നമ്പർ ആയിട്ട് എഴുതണമല്ലോ. അപ്പോൾ ഏത് നമ്പർ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 64 കിട്ടുക? 8 × 8 സ്ക്വയർ ആണ് 64. സോ MBൻ്റെ വാല്യൂ എന്താണ്, 8 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒന്നും നോക്കാതെ ഇവിടെ 8 എന്ന് ടിക്ക് ചെയ്യരുത്, ബിക്കോസ് നമുക്ക് ഈ ഒരു വാല്യൂ ആണ് ഇവിടെ 8 എന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം നോക്കി നോക്കൂ, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AB എന്ന് പറയുന്നത് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇത് 8 ആണെങ്കിൽ ഈ ഒരു ലെങ്തും എന്തായിരിക്കും, 8 ആയിരിക്കും. ബിക്കോസ് ഈ ലൈന് സെൻറ്റർ, കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു ലൈനിനെ ഈക്വൽ പാർട്സ് ആക്കണം. കേന്ദ്രത്തിൽ നിന്ന് ഏത് ലൈന് വരച്ചു കഴിഞ്ഞാലും അത് ഈക്വൽ പാർട്സ് ഒരേപോലെ ആയാലും നടുവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇത് കഷ്ണാവുക. അപ്പോൾ ഈ ഒരു പാർട്ട് 8 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഈ ഒരു പാർട്ടും 8 ആയിട്ട് കിട്ടും. സോ ലെങ്ത് ഓഫ് AB ഈസ് ഈക്വൽ ടു 8 + 8 ടോട്ടൽ നമുക്ക് അവിടെ 16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സോ ഓപ്ഷൻ ഫസ്റ്റ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ ട്രയാങ്കിൾ ഓൾ ദ മെഷേഴ്സ് ഓഫ് സൈഡ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഒരു ത്രികോണം തന്നിട്ടുണ്ട്, ആ ത്രികോണത്തിലെ എല്ലാ സൈഡും എന്താണ്, വശങ്ങളൊക്കെ എണ്ണൽ സംഖ്യകളാണ്. ആൻഡ് one side of the triangle is 11 centimeter and second side is 7 centimeter. ഒരു വശം 11 സെന്റിമീറ്ററും രണ്ടാമത്തെ വശം എന്താണ്, 7 സെന്റിമീറ്ററും ആണെന്ന് അവിടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് എ പോസിബിൾ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? ഇവിടെ മൂന്നാമത്തെ വശം എത്രയെന്ന് ചോദിക്കുന്നില്ല, സാധ്യത ഏതൊക്കെയാണ്, ആ വശമാവാൻ സാധ്യത ഏത് സംഖ്യയാണെന്നാണ് ചോദ്യം. 4 സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൽ ഏത് സംഖ്യ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു
റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി തിയറം എന്ന് പറയുന്നത് എന്താണത് പറയുന്നത്? ഒരു ട്രയാങ്കിളിൽ നമുക്കറിയാം 3 വശങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും 2 വശം ത്രികോണത്തിന്റെ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വശത്തെക്കാട്ടിലും എന്തായിരിക്കും കൂടുതലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എ പ്ലസ് ബി ഞാൻ കൂട്ടുകയാണെങ്കിൽ എന്തായാലും ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അത് എന്തായിരിക്കും? ആ മൂന്നാമത്തെ വശത്തിനെക്കാട്ടിലും സിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. ഇനി എയുടെ സി കൂട്ടിയാലോ അത് എന്തായാലും ബിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇനി ഞാൻ ബിയും സിയും കൂട്ടിയാലോ അത് എനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് 11 സെന്റിമീറ്ററും ഒന്ന് 7 സെന്റിമീറ്ററും ആണ്. അപ്പോൾ 11 + 7 എത്രയാണ്? 18. അപ്പോൾ മാക്സിമം പോയാൽ എത്ര വരും? ഇവിടെ 18 ആണ് അല്ലേ? മാക്സിമം പോയാൽ 18. നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നില്ല, പോസിബിൾ വാല്യൂ ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എത്രയാണ്? 18 ആണ്. ഇനി ഈ 2 വശം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 ആണ് അല്ലേ? 11 - 4 ഈ 2 വശത്തിൻ്റെയും നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് 4 ആണെന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തായാലും മൂന്നാമത്തെ ഒരു വശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് മിനിമം ഏതാണ്? ലെങ്ത്. ആദ്യം നമ്മൾ മാക്സിമം ലെങ്ത് കണ്ടു, പിന്നെ മിനിമം ലെങ്ത് കണ്ടു. മാക്സിമം ലെങ്ത് എത്രയാണ്? 18 ആണ്. മിനിമം ലെങ്ത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വശം എന്തായാലും 4ൻ്റെയും 18ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ 1 വരില്ല, 2 അല്ല, 4ഉം അല്ല. ഏതാണ് നമ്മളുടെ ഓപ്ഷൻ? 5. അപ്പോൾ 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ പറയുന്നത് 20% ഓഫ് എ നമ്പർ ഈസ് 45. വാട്ട് ഈസ് ദാറ്റ് നമ്പർ? ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ 45 ആണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ നമുക്കറിയില്ല. സോ ലെറ്റ് ദ നമ്പർ ബി എക്സ്. അപ്പോൾ മാത്സിൽ എപ്പോഴും നമുക്ക് അറിയാത്ത സംഖ്യകളെ നമ്മൾ എക്സും വൈയും സെറ്റും ഒക്കെ എടുത്തിട്ടാണ് സൂചിപ്പിക്കുക അല്ലേ? സോ ലെറ്റ് ദ നമ്പർ ബി, ഇവിടെ നമ്മൾ എക്സ് എന്നെടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 20% ഏതിൻ്റെ? എക്സിൻ്റെ. എക്സിൻ്റെ 20% 45 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ് അല്ലേ? 20/100 ഓഫ് എക്സ് ഈക്വൽ ടു 45 ഡിഗ്രി. ഒന്നില്ലെങ്കിൽ ഇതിനെ 0 കട്ട് ചെയ്തിട്ട് 0.2/10 നമുക്കറിയാം. 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 0.2 × x ഈക്വൽ ടു 45. പക്ഷെ ഡെസിമൽ പോയിന്റ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 0 കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2/10 ഈസ് ഈക്വൽ ടു 2/10 × x ഈക്വൽ ടു 45 ആണ്. ഈ 210ൽ 5 ടൈംസ് പോവും അല്ലേ? 1. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1 × x ഡിവൈഡഡ് ബൈ ഇവിടെ 5 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 45 എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ 1 × x ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ഡിവിഷനിലുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിവിഷൻ ആണെങ്കിൽ അത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. 45 × 5. അപ്പോൾ 25 to 225 എന്ന് കിട്ടി. അപ്പോൾ ആ സംഖ്യ ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ചെയ്ത് പഠിക്കണം. പഠിച്ചാൽ തന്നെ അത് പ്രാക്ടീസ് ആവുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനിയും കുറേ ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യാണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി ആയിട്ട് വീണ്ടും കാണാം. ബൈ.